എല്ലാവർക്കും KPS കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരം ഉണ്ടാക്കാം. ഇത് റാഗി കൊണ്ടുള്ള സേമിയയാണ്. ഇത് വെച്ച് നമുക്ക് പുട്ടുണ്ടാക്കാം. പുട്ടുണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് കുറച്ച് സേമിയ എടുത്ത് ഈ പാത്രത്തിലുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് പൊടിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തു. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം തളിച്ച് പുട്ട് നനച്ചെടുക്കുന്നത് പോലെ നനച്ചെടുക്കാം. ഈ സേമിയ എല്ലാം നന്നായിട്ട് നനഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 10 മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കാം. ഒന്ന് മയം വരുന്നതിനായിട്ട്. സേമിയ ക്രിസ്പാണല്ലോ, സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ചു വെക്കാം. സ്വല്പം വെള്ളം കൂടെ തളിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ സേമിയ എന്തായെന്ന് നമുക്കൊന്ന് നോക്കാം. സേമിയ കുതിർന്നു, പക്ഷേ സ്വല്പം വെള്ളത്തിൻ്റെ കൂടെ കുറവുണ്ട്. നമുക്ക് അല്പം വെള്ളവും കൂടെ തളിച്ച് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് വെക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കൂടെ കഴിഞ്ഞു. നമുക്ക് സേമിയ പാകമായോ എന്ന് നോക്കാം. സേമിയ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ച് പുട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ചിരട്ടപ്പുട്ടിൻ്റെ കുറ്റിയാണ് എടുത്തിരിക്കുന്നത്. അടിയിൽ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന റാഗിയുടെ സേമിയ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് തേങ്ങ വെച്ച് കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് കൂട്ടാനൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. കൂട്ടാൻ വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് കടലക്കറിയോ മുട്ട റോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. ഒന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിത് വേവാനായിട്ട് വെക്കാം. നമ്മൾ കുക്കറിൻ്റെ മുകളിലോട്ട് പുട്ടുകുറ്റി വെച്ചു. ഇനി ഇത് വേവുന്നതിനായിട്ട് നമുക്ക് ഗ്യാസ് അങ്ങ് ഓൺ ചെയ്യാം. ഇനി നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് കാണാം. നമ്മുടെ പുട്ട് നന്നായിട്ട് വെന്തു, ആവിയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഈ പുട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. വളരെ സ്വാദിഷ്ടമായതും ഹെൽത്തി ആയതുമായ റാഗി പുട്ട് തയ്യാറായി. റാഗി സേമിയ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുകൊണ്ട് ഉപ്പുമാവും നമുക്കുണ്ടാക്കാൻ പറ്റും. ഇനി ഒരു ദിവസം ഉപ്പുമാവിൻ്റെ റെസിപ്പി ഇടാം. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്നുണ്ടാക്കണം. ഒരു കൂട്ടാനില്ലെങ്കിൽ നമുക്കിത് കഴിക്കാൻ പറ്റും. കൂട്ടാൻ വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് കടലക്കറിയോ മുട്ട റോസ്റ്റോ ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. എല്ലാവരും തീർച്ചയായിട്ടും ഒന്നുണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണം.